നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ചക്കക്കുരുവും കൊണ്ടൊരു ചിപ്സ് ഉണ്ടാക്കി നോക്കാവേ. അതിന് വേണ്ടത് ചക്കക്കുരു കനം കുറച്ച് നീളത്തിലരിഞ്ഞ് അല്പം വെള്ളം ഒഴിച്ചൊന്ന് ആവി കയറ്റിയെടുക്കുക. വെന്തു പോകരുത്, വെന്തു പോയാൽ കുഴഞ്ഞു പോവേ. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മൈദാമാവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും ഗരം മസാലയും കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. വല്ലാതിട്ട് കുഴച്ച് ചക്കക്കുരു ഒടിഞ്ഞു പോകരുത്. അത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് മാറ്റി വെക്കണം, അതിൻ്റെ മസാല എല്ലായിടത്തും പിടിക്കാൻ. പാനെടുക്കുക, നമ്മളതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ചക്കക്കുരു ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ട് 2 വശവും മൂക്കുമ്പോൾ, ആദ്യം ഒരു വശം മൂക്കുമ്പോൾ നമ്മളൊന്ന് മറിച്ചിടണം. അപ്പോൾ 2 വശവും മൂത്ത് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. വളരെ ക്രിപ്സി ആയിട്ടുള്ളതാണ് ഈ ചക്കക്കുരു ചിപ്സ്. വളരെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല രുചിയുണ്ട്. ഉപ്പേരി പോലെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. ചോറിനും ഇത് കൂട്ടാൻ നല്ലതാണ്. കുട്ടികൾക്ക് ഇതൊരു പ്ലേറ്റിനകത്തൊക്കെ ഇട്ട് കൊടുത്താൽ അവരിന്ന് കടിച്ചിരിക്കും, കുറച്ചുകൊണ്ടിരിക്കും. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ചക്കക്കുരു വെറുതെ നിസ്സാരമായിട്ട് കളയരുത്. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസണാണ്. നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ചക്കക്കുരുവും കൊണ്ട് ഇങ്ങനെ മാത്രമേ കറി വെക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ പപ്പടമൊക്കെ കൂട്ടി ചോറുണ്ണുന്നത് പോലെ നമുക്കിത് കൂട്ടി ചോറുണ്ണാനും നല്ല ടേസ്റ്റാണ്. ചക്കക്കുരുവിൻ്റെ വില നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ഇതൊരു നല്ലതായിട്ട് നമ്മൾ ചിപ്സായിട്ട് കോരിയെടുത്ത് കാറ്റ് കയറാതെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ കുറച്ച് ദിവസം ഇത് ഇരിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നമുക്കെടുത്ത് ഇത് ഉപയോഗിക്കാനും പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. ഇതുപോലത്തെ ചെറിയ ഐറ്റം ഞാൻ കുറേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ. അപ്പോൾ നിങ്ങളിത് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ.